ഞാനുള്ളത് പൂന്തുറ കുടപ്പനകുന്ന് റൂട്ടിലോടുന്ന ഒരു സ്വകാര്യ ബസ്സിലാണ്. ഈ ബസ്സിന് ഒരു പ്രത്യേകതയുണ്ട്, ബസ് ഓടിക്കുന്ന ഒരാൾക്ക് പ്രത്യേകതയുണ്ട്. കാരണം ഒരിടയ്ക്ക് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ്, പിന്നീട് അദ്ദേഹത്തെ കാണാതായി. പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു തട്ടകത്തിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. ആരാണ് അയാളെന്നല്ലേ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സസ്പെൻസ്. യദു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണ്, ലീവ് മാത്രം ഓടുന്നത്. KSRTCയിൽ ഇത്രയും കാലം ഒരു 7 മാസം വരെ ഞാൻ വെളിയിൽ നിന്നിട്ടും ഒരനക്കവും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ പ്രൈവറ്റിൽ ലീവ് മാത്രം കയറാറുള്ളത്. ഇതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഓടിക്കാൻ തുടങ്ങിയിട്ട്? KSRTC ഇറങ്ങിയതിന് ശേഷം 1 മാസം ആവാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ KSRTCയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ അന്ന് മന്ത്രിക്ക് പരാതി 3 തവണ എന്തോ കൊടുത്തില്ലായിരുന്നു, അത് എന്തെങ്കിലും ആയിരുന്നു? ചാനലുകാർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ കൊടുത്തതാണ്. പിന്നെ അതിനെക്കുറിച്ച് ചാനലുകാരും ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലേ അവർ പറയുന്നത്. അവർക്കത് തെളിയിക്കാൻ പറ്റിയില്ല. മെമ്മറി കാർഡിനെ അവർ നശിപ്പിച്ച് എല്ലാം കൊണ്ട്. എന്നിട്ട് ഞാൻ പെണ്ണുപിടിയനെന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ടക്ടർ കണ്ടല്ലോ, ലേഡി കണ്ടക്ടറാണ്. KSRTC ബസ്സിൽ നിന്ന് നേരെ പ്രൈവറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഏത് ബസ്സാണ് ഓടിക്കാൻ സുഖം? പ്രൈവറ്റ് ഓടിക്കാൻ സുഖമായിരിക്കും, പിന്നെ പണി ചെയ്യുന്നുണ്ട്, പിന്നെ സാലറി കൂടുതലുണ്ട്. KSRTC എല്ലാം കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ബാക്കിയുള്ള പോലീസുകാരൻ്റെയും ഈ വെഹിക്കിൾമാരെ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് KSRTC ശമ്പളം കിട്ടിയില്ലെങ്കിൽ അതാണ് സേഫ്. വീണ്ടും ഇതേപോലെ മേയറോ കളക്ടറോ ആരെങ്കിലും വരുമെന്ന് പേടിയുണ്ടോ? അതുണ്ട്. ഇപ്പം സിവിൽ സ്റ്റേഷൻ റൂട്ട് ഓടിയപ്പോഴത്തേക്ക് കളക്ടറിൻ്റെ വണ്ടി വരുമ്പോഴത്തേക്കൊക്കെ പേടിയാണ്. ഇനി മനഃപൂർവ്വം അതും ഒരു ലേഡിയാണെന്ന് പറയാനായിട്ട്. കളക്ടർ എന്നുള്ളത് കണ്ടിട്ട് പോലുമില്ല. വന്നിട്ട് ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകൂലേ. ഈ ബസ്സിൽ CCTV ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഹാർഡ് ഡിസ്കും മെമ്മറി കാർഡൊക്കെ സേഫാണ്? ഇതിൻ്റെ ക്യാമറയും മെമ്മറി കാർഡൊക്കെ മുതലാളിയുടെ സേഫാണ്. അപ്പോൾ പല ആൾക്കാരും ചൊറിയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ ചൊറിയും. എന്തായാലും ഇതൊക്കെയാണ് യദുവിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, റിപ്പോർട്ടർ തിരുവനന്തപുരം.